വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയും പാസാക്കിയതോടെ മുനമ്പത്ത് നാട്ടുകാരുടെ ആഘോഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുരേഷ് ഗോപിക്കും ജയ് വിളിച്ച് സമരക്കാർ ആഹ്ലാദ പ്രകടനം നടത്തി. പടക്കം പൊട്ടിക്കുകയും ചെയ്തു. ബിൽ പാസ്സായെങ്കിലും റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചു കിട്ടുന്നവരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. പുതിയ സംഭവവികാസങ്ങൾ രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമാണെന്നും ആരാണ് ഒറ്റുകാർ എന്ന് ബോധ്യമായ സാഹചര്യത്തിൽ കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോകുമെന്നും സമരസമിതിക്കാർ പറഞ്ഞു. മുങ്ങിത്താഴുന്നവരെ താങ്ങി നിർത്തുന്ന സമീപനമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റേത്. രാജ്യസഭയിലെ അടക്കം കേരളത്തിലെ 28 എംപിമാർ ബില്ലിനെ എതിർത്തപ്പോൾ BJPയിലെ സുരേഷ് ഗോപി മാത്രമാണ് ശക്തമായ നിലപാടെടുത്തത്. കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാകും വരെ സമരം ശക്തമായി തുടരുമെന്ന് സമരസമിതി കൺവീനർ പറഞ്ഞു. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ നടന്ന ചർച്ച നാട്ടുകാർ സമരപ്പന്തലിൽ ടെലിവിഷനിൽ ലൈവായി കണ്ടിരുന്നു. ബിൽ പാസ്സായതിന് പിന്നാലെ പുലർച്ചെ 3 മണിയോടെ ആഹ്ലാദ പ്രകടനം നടത്തി. ഭരണ പ്രതിപക്ഷ വാക്പോരിനും ബഹളത്തിനുമിടയിലാണ് കേന്ദ്രം രാജ്യസഭയിലും വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കിയത്. രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ ഇത് നിയമമാകും. കോൺഗ്രസ് നേതാക്കളായ ഖാർഗെയും സോണിയാഗാന്ധിയും ബില്ലിനെതിരെ ആഞ്ഞടിച്ചു. ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിനു മേലുള്ള കടന്നുകയറ്റമെന്നാണ് ഖാർഗെ പറഞ്ഞത്. സമുദായ ധ്രുവീകരണമാണ് BJPയുടെ ലക്ഷ്യമെന്ന് സോണിയാഗാന്ധിയും ആരോപിച്ചു. അതേസമയം ലോക്സഭയിലെ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കാത്തതിലും പ്രിയങ്ക ഗാന്ധി എത്താതിരുന്നതിലും മുസ്ലിം ലീഗിന് അതൃപ്തിയുണ്ടെന്നാണ് സൂചന.